അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഓരോ ഭാഗങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ മുത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് എല്ലാം സമർപ്പിച്ച ആളാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. വഫാത്തിന്റെ സമയത്ത് ബഹുമാനപ്പെട്ടവർ വഫാത്ത് കൊണ്ടുവരുന്നുണ്ട് മഹാന്മാർ. അലിയാർ റളിയല്ലാഹു അൻഹുവിനെ, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ടവർ സക്കറാത്തുൽ വഫാത്തിനോട് അടുത്ത സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് തന്റെ അടുത്തിരുത്തി കൊണ്ട് പറയുന്നു, അലിയേ, ഞാൻ മരിച്ചാൽ എന്റെ ജനാസ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഹുജ്റത്തുൽ ശരീഫയുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കണോ? വെച്ചിട്ട് എന്ത് ചെയ്യണോ? റസൂലുള്ളാഹി തങ്ങളോട് സമ്മതം ചോദിക്കണോ? സമ്മതം കിട്ടിയാൽ അവിടുത്തെ ഖബറിന്റെ അരികിൽ എന്റെ ഖബർ നിങ്ങൾ ദഫൻ ചെയ്യണം, എന്റെ മയ്യത്ത് നിങ്ങൾ ദഫൻ ചെയ്യണമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യുകയാണ്. ആ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായതിനു ശേഷം മഹാനവരുകളെ വസിയത്ത് പ്രകാരം ബഹുമാനപ്പെട്ട സ്വഹാബത്തിനോടൊപ്പം ഹുജ്റത്തുൽ ശരീഫയുടെ മുമ്പിലേക്ക് സിദ്ദീഖുൽ അക്ബറിന്റെ ജനാസ കൊണ്ടുപോയി അവിടെ വെച്ച് പറയുന്നു, നബിയെ, സമ്മതം ചോദിക്കുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു പാഠമുണ്ട്. മരിച്ചവർ കേൾക്കുന്ന മരിച്ചവർ ഒന്നും കേൾക്കില്ല, അവരെ സിയാറത്ത് പറ്റൂല, അവരെ ഖബറിങ്ങൾ പോയി ഓതാൻ പാടില്ല, അവരെ ഖബറിങ്ങൾ പോയി ദുആ ചെയ്യാൻ പാടില്ല, മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് ഔലിയാക്കളിൽ നിന്നും അമ്പിയാക്കളിൽ നിന്നും മുഅ്മിനീങ്ങളെ ഈമാനിനെ കവർന്നെടുക്കുന്ന, അവരെ മതിപ്പില്ലാതെയാക്കുന്ന ചില ആളുകളുണ്ട്. വരെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ പ്രസംഗത്തിൽ ഞാനും നിങ്ങളും നന്നായി കേട്ടതാണ്. സ്വഹാബത്താണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി തങ്ങളെ മുമ്പിൽ ഇരുന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പാഠങ്ങൾ പഠിച്ച സ്വഹാബത്ത് വഫാത്തായി പോയ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹുജ്റത്തുൽ ശരീഫയുടെ മുമ്പിൽ വെച്ച് ചോദിക്കുന്നു, നബിയെ, അബൂബക്കർ ഇദാ അങ്ങയുടെ ഹുജ്റയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്, അങ്ങ് സമ്മതം തന്നാൽ ബഹുമാനപ്പെട്ടവരെ ഞങ്ങൾ കൊണ്ടുപോയി അങ്ങയുടെ അരികിൽ കൊണ്ടുവന്ന് ദഫൻ ചെയ്യുമെന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ ഹുജ്റത്തുൽ ശരീഫയിൽ നിന്നിതാ ഒരു വലിയൊരു ശബ്ദം കേൾക്കുന്നു, ലമ്മുൽ ഹബീബ ഇലൽ ഹബീബ്. ഞാൻ സ്നേഹിക്കുന്ന എന്റെ കൂട്ടുകാരോ, എനിക്ക് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച എന്റെ കൂട്ടുകാരൻ, എനിക്ക് സമ്പത്ത് തന്ന കൂട്ടുകാരൻ, എനിക്ക് സ്വന്തം മകളെ തന്ന കൂട്ടുകാരൻ, എനിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച കൂട്ടുകാരൻ, ആ സിദ്ദീഖിന്റെ മയ്യത്തിനെ കൊണ്ടുവന്ന് എന്റെ അരികിലൊന്ന് ദഫൻ ചെയ്യുമോ എന്ന് റസൂലുള്ളാഹി തങ്ങളെ ഹുജ്റത്തുൽ ശരീഫയിൽ നിന്ന് ശബ്ദം കേൾക്കുകയും അവിടെ കൊണ്ടുപോയി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിനെ, ജനാസയെ അവിടെ കൊണ്ടുപോയി ദഫൻ ചെയ്യുകയും ചെയ്തു എന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തുകൾ എണ്ണുമ്പോൾ പറയുന്നു. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ഖസായിസുൽ കുബ്രയിൽ രേഖപ്പെടുത്തി വെക്കുന്നു. നൂറുൽ അബ്സാർ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു അസാക്കിർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുന്നു. കിതാബ് ശരീഅയിൽ ബഹുമാനപ്പെട്ട ആജിർ ഇമാം രേഖപ്പെടുത്തി വെക്കുന്നു. ലോകത്തുള്ള സർവ്വ ചരിത്രകാരന്മാരും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ദഫനുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളിൽ ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നു. മുഅ്മിനീങ്ങളെ, എല്ലാം സമർപ്പിച്ചു, റസൂലുള്ളാഹി തങ്ങൾക്കെല്ലാം കൊടുത്തു. അവസാനം റസൂലുള്ളാഹി തങ്ങളെ അരികിൽ തന്നെ ഒരു സ്ഥലം ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ കേട്ട പല സംഭവങ്ങളും